4 പാക്കറ്റുകളിലെ 20 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. പരിശോധന പെട്ടെന്ന് അവസാനിപ്പിച്ച് എക്സൈസ് സംഘം മടങ്ങുകയും ചെയ്തു. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. 3 നിലകളിലെ 275 മുറികളാണ് മെൻസ് ഹോസ്റ്റലിലുള്ളത്. അവധിയായതിനാൽ മിക്ക മുറികളും അടച്ചിട്ട് വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് പോയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ ഹോസ്റ്റലുകളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടെന്ന് SFI നേതൃത്വം പറയുന്നു. 2ാമത്തെ നിലയിലെ ബ്ലോക്കിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്നും അവിടെ SFI പ്രവർത്തകരാരും താമസിക്കുന്നില്ലെന്നും SFI നേതൃത്വം പ്രതികരിച്ചു. അപ്പോൾ ഇതിനകത്ത് നിലവിൽ ആരാണ് എന്നുള്ളതിൽ കൺഫർമേഷൻ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും SFIയുടെ ഉറപ്പ് ഒരു തരത്തിലേക്കുള്ള SFIയുടെ മെമ്പർഷിപ്പിനകത്തോ നേതൃത്വത്തിലുള്ള ഒരാളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് SFIയുടെ ഭാഗത്ത്. തമിഴ്നാട് സ്വദേശിയാണ് ഇതിനകത്ത് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ SFIയുടെ പ്രവർത്തനത്തിലില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളുടെ ഭാഗമായി നഗരത്തിൽ അറസ്റ്റ് ചെയ്ത ആളിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്താൻ എക്സൈസ് സംഘം തീരുമാനിച്ചത്. അതേസമയം ഹോസ്റ്റലിലെ മുഴുവൻ മുറികളിലും പരിശോധന നടത്താത്തതിൽ KSU നേതൃത്വം അതൃപ്തി അറിയിച്ചു. മറ്റു റൂമുകളിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ ഒരു പരിശോധന നടത്താൻ തയ്യാറാകുന്നില്ല. കേവലം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിശോധന മാത്രമായി ഇത് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഹോസ്റ്റലിൽ നിന്നല്ല, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്നാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രതികരിച്ചത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾക്കാർക്കും തന്നെ അതിൻ്റെ ഭരണത്തിലോ ഒന്നിലും പങ്കില്ല. അതേസമയം യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ കുട്ടികൾക്കും ആരോപണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്റ്റലുകളും പോലീസ് കൃത്യമായി റെയ്ഡ് നടത്തിയിട്ട് ഇത് ക്ലീനാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നാണ്. കളമശ്ശേരിയിൽ സർക്കാർ പോളിടെക്നിക് മെൻസ് ഹോസ്റ്റൽ കഴിഞ്ഞ മാസം നടത്തിയ റെയ്ഡിൽ വൻതോതിൽ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാനത്താകെ വ്യാപക പരിശോധന നടത്താനാണ് പോലീസും എക്സൈസ് വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.